ഹായ് ഓൾ. ഇന്ന് ഡിസംബർ 15 അല്ലേ? നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷനൊക്കെ PSC പുറത്തിറക്കി. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എക്സാം വരാൻ പോകുന്ന എല്ലാവർക്കും അറിയായിരുന്നു. എന്നാൽ ചില ആൾക്കാർക്ക് ഇപ്പോഴും നിർബന്ധമുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ പഠിച്ചു തുടങ്ങുള്ളൂ എന്നുള്ളത്. നേരത്തെ വലിയൊരു ക്രൗഡ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞു. പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ഇതുപോലൊരു അവസരം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. കാര്യം VFA, CPO, WCPO, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ വന്നിട്ടുണ്ട്. പിന്നെ ഫയർഫോഴ്സിൽ ഡ്രൈവർ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഒരു ബുഫേ പോലെയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഒരു ഒറ്റപ്പെടുത്താൻ എല്ലാത്തിനും വേണ്ടിയിട്ട് പഠിക്കാം. അതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ പറയുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാം. ഒരു എക്സാമിന് മാത്രമല്ല പഠിക്കേണ്ടത്. ഇതിന്റെ സിലബസ് വളരെയധികം ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാംസിനും ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ മുന്നോട്ട് പോവാം. ഈ വീഡിയോയിൽ ഞാൻ ഈ എക്സാമിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ചില പ്രോ ടിപ്സ് അങ്ങ് പറഞ്ഞു തരുവാണ്. സിലബസിലെ വിശാലമായിട്ടുള്ള ചർച്ചയോ ഒന്നുമല്ല, അതൊക്കെ പിന്നെ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സ്ഥിരം പറയുന്നത് പോലെ ചില ഷോർട്ട് കട്ട്സ്, സ്മാർട്ട് വർക്കുകൾ, അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്ന വഴികൾ, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. നമ്മുടെ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തവർ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഡെയിലി രാവിലെ അവിടെ തരുന്ന മോക്ക് ടെസ്റ്റ് കൃത്യമായി അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈക്രോ ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്. നിങ്ങളുടെ റാങ്കിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഈ PSC എക്സാംസിന് ഇപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു UPSC മൈൻഡ് സെറ്റിൽ അപ്രോച്ച് ചെയ്യണം. UPSC മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താൽ, കുറച്ചും കൂടെ സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയിലെ ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതല്ല. ഈ ചോദ്യം നോക്കൂ. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലിയ ചരിതമാണ്. ഏതോ വംശത്തിന്റെ ചരിത്രം പറയുന്നതാണെന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചോദ്യം, ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ GK നിങ്ങൾ പഠിച്ചിട്ട് ഇല്ലെങ്കിൽ പോലും ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. നോക്കൂ, വംശീയ വലിയ ചരിതമാണ് ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥം എന്നാണ് പറയുന്നത് അല്ലെ? ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, സംഘകാല കൃതികൾ. ഇവിടെ ഒന്നിൽ കൂടുതൽ ഗ്രന്ഥങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ സിംഗുലർ, ഇവിടെ പ്ലൂറലും. അപ്പൊ നമ്മൾ ഇത് എപ്പോഴേ വെട്ടിക്കളഞ്ഞു. ഒരൊറ്റ ഗ്രന്ഥത്തെ പറ്റിയ ചോദ്യം, ബാക്കി 3 ഓപ്ഷൻ ഒറ്റ ഗ്രന്ഥമാണ്. PSC എല്ലാവരും ചോദിക്കാറുണ്ട്. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് ചോദിക്കേ. ഇനി വംശീയ വലിയ ചരിതമാണ് അല്ലെ? വംശം എന്നുള്ള വാക്ക് ഇവിടെ മാത്രമല്ലേ വന്നിട്ടുള്ളൂ. മൂഷക വംശ മഹാകാവ്യം, ഈ വംശത്തിനെ പറ്റിയുള്ള മഹാകാവ്യമാണ്. അപ്പം ചരിതമാവാനും സാധ്യതയില്ലേ? ഈ കീവേഡുകൾ മാച്ച് ചെയ്യണം. ചോദ്യത്തിലെ കീവേഡ് ഓപ്ഷൻസിനകത്തുള്ള ഏതെങ്കിലും ഒരു സംബോധനത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആൻസർ ആവാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പൊ ഇതിന് ആൻസർ കോമൺ സെൻസ് വെച്ച് മാത്രം നമുക്ക് B എന്നുള്ള ആൻസറിലേക്ക് കിട്ടും. പക്ഷെ ഇത് പഠിച്ച് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ചോദ്യം തന്നെയാണ് അല്ലെ? കറക്കി കുത്തേണ്ട കാര്യമില്ല, ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? ഇവിടെ നമ്മൾ എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. പഠിച്ചത് മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ള വാശിയിൽ പോകരുത്. പഠിക്കാത്ത ചോദ്യം വന്നാലും അതിന് മാർക്ക് വാങ്ങിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് ഒരു രക്ഷയിലേക്ക് മാത്രം ചോദ്യം സ്കിപ്പ് ചെയ്യുക, അല്ല വെറുതെ സ്കിപ്പ് ചെയ്ത് കളയില്ല. ഈ ചോദ്യം നോക്കൂ. 4 പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയിലെ ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണുള്ളതെന്ന് പറയുന്നത്. അതായത് കേരളം, തമിഴ്നാട്, കർണാടക വഴി പോകുന്ന ദേശീയ ഹൈവേ ഒക്കെ കേരളം, തമിഴ്നാട്, കർണാടക ഓരോ സംസ്ഥാനങ്ങളാണ് പണിതെന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, ഇന്ത്യയിലെ ആകെ റോഡുകൾ നിറയ്ക്കുന്നതിന് 80% ഗ്രാമീണ റോഡുകളാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം റോഡ് ഗതാഗതമാണ്. ഫാക്ച്വൽ ഡേറ്റയാണ് അല്ലെ? 4 എന്താ? ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി എന്നൊരു അതോറിറ്റിയെ പറ്റി ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് നാഷണൽ ഹൈവേകൾ, ദേശീയ പാതകൾ തന്നെയാണ് നാഷണൽ ഹൈവേ. ദേശീയ പാതകൾ സംസ്ഥാനങ്ങളാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് 4ഉം സ്റ്റേറ്റ്മെന്റ് 1ഉം തമ്മിൽ എന്തൊരു പൊരുത്തക്കേടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് തെറ്റായില്ലേ വരത്തുള്ളൂ. ഒന്നും കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിൽ ആലോചിക്കും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നാഷണൽ ഹൈവേ പണിയണം. അപ്പൊ ഇത് ഒരു ഒറ്റ ഏജൻസി വിചാരിച്ചാൽ പണി പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അതോ കേരളത്തിനകത്തെ പണി മൊത്തം കേരളം നടത്തുന്നു, തമിഴ്നാട്ടിലെ പണി തമിഴ്നാട് നടത്തുന്നു, കാശ്മീരിലെ പണി കാശ്മീർ സർക്കാർ നടത്തുന്നു. അങ്ങനെ പണിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു റോഡിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റുമോ? ഒരു ഒറ്റ ഏജൻസി വേണ്ടത് മൊത്തത്തിൽ ഏകോപിപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അതിനൊരു ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നതിന്റെ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത് കോമൺ സെൻസ് കിട്ടിയാൽ തന്നെ
നമുക്ക് ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം വൺ സ്റ്റേറ്റ്മെന്റ് ഉള്ള എല്ലാ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യുക, എ എന്നുള്ള ഉത്തരത്തിലേക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റും. സോ ബാക്കി വായിച്ചു നോക്കുക പോലും വേണ്ട. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ എക്സാം ഹോളിൽ ഒരു 50-50 ചിലപ്പോൾ പകുതി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ ഇത്തരത്തിലുള്ള കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ടെക്നിക്സ് തന്നെ യൂസ് ചെയ്യണം. ഇതാണ് നമ്മൾ ശാസ്ത്രീയമായ കറക്കിക്കുത്ത് എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ച് ഉത്തരം എഴുതുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് AP എന്ന് ഇട്ടിട്ടുള്ളത്, ആഴത്തിൽ പഠിക്കുക. താഴെ പറയുന്നതിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് വട്ടം ഇട്ട് വെക്കണേ, ബന്ധപ്പെടുന്നതാണോ ബന്ധപ്പെടാത്തതാണോ എന്ന് വട്ടം ഇട്ട് വെക്കുക. എന്നിട്ട് അത് വേണം ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ. ബന്ധപ്പെടാത്ത ഏതായിരിക്കും? ഇതിനകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ബന്ധപ്പെടാത്തതാണ് അല്ലെ? അപ്പൊ ഇത് പഠിക്കാതെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. ഇതുപോലുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എവിടുന്നാ പിള്ളേരെ വരുന്നത്? സിവിൽ സർവീസസ് പരീക്ഷയിൽ നിന്നാണ്. അപ്പൊ ഇതൊരു ഷോർട്ട് കട്ടാണ്. നിങ്ങൾക്ക് ചുളിവിന് മാർക്ക് അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ UPSCയിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ചോദ്യപേപ്പറുകൾ, സെലക്റ്റീവ് ആയിട്ടുള്ള ചോദ്യപേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. ഡിഗ്രി ലെവലിലാണെങ്കിലും 10th പ്ലസ് ടു ലെവലിലാണെങ്കിലും. അതിന് ഉദാഹരണമായി ഈ ഒരു ചോദ്യം, ഇത് SCRT ഉള്ള ഫാക്റ്റാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ചോദ്യം എന്താ? 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അല്ലേ, ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണങ്ങൾ എന്നീ രണ്ടായിട്ട് തിരിക്കുന്നു. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്ന ഹ്രസ്വകാല നടപടികൾ, ഷോർട്ട് ടേം ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇതോ ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തര വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചു. അപ്പം ബോംബ് ഉണ്ടാക്കണമെങ്കിൽ ലൈസൻസ് വേണ്ടേ? എന്തായി പറയുന്നത്? എല്ലാത്തിന്റെ ലൈസൻസ് എന്തായി അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്നുകൾ, പാരാസെറ്റമോൾ ഉണ്ടാകുന്ന ഒരു ഫാക്ടറി വേണം, അപ്പൊ അതിന് ലൈസൻസ് ഒന്നും വേണ്ട, ചുമ്മാ പോയി മരുന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഇതൊരു എക്സ്ട്രീം വേർഡ് ആണ്, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് എന്താ? ശരിയല്ല. സ്റ്റേറ്റ്മെന്റ് 3 ശരിയല്ല എന്ന് പറയുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് A ആണ്. കണ്ടോ, ഇത് കോമൺ സെൻസ് മതി ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ, ലോജിക്ക് മതി. കണ്ടന്റ് അറിഞ്ഞില്ലെങ്കിൽ പോലും ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചോദ്യകർത്താവ്, ഈ ചോദ്യം വിട്ട ചോദ്യകർത്താവ് ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. UPSC മാതൃകയിലേക്കാണ് കേരള PC പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 1996 സെയിം ക്വസ്റ്റ്യൻ UPSC ചോദിച്ചതാണ്. സ്ഥിരീകരണ നടപടികൾ, അതായത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ആണല്ലോ. അത് വെച്ചാൽ എന്താണ്? ഷോർട്ട് ടേം ആയിട്ടുള്ള മെഷേഴ്സ് ആണ്. ഘടനാപരമായ പരിഷ്കരണം, സ്ട്രക്ചറൽ മെഷേഴ്സ്, അത് ലോങ് ടേം ആണ്. അത് കൃത്യമായി ഈ ഒരു ചോദ്യം വർക്ക്ഔട്ട് ചെയ്ത ഒരാൾക്ക് കിട്ടും. ഇത് ഡിഗ്രി ലെവലിൽ ഈ ചോദ്യം ഇനി വരാൻ പോവുകയാണ്. അതുകൊണ്ട് UPSCയുടെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാണ്. ഇതുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യം ധാരാളം കിട്ടും. നമ്മുടെ ചാനലിലെ കുറെ വീഡിയോ ടോപ്പിക് ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യങ്ങളാണ് PSC ഒരു കുത്തും കോമയും പോലും വിടാതെ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് ചോദിക്കുന്നത്, UPSC നിന്ന് PSC കോപ്പി ചെയ്ത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് തന്നെ ഈ ഒരു എക്സാമിനെ പറ്റി അപ്രോച്ച് ചെയ്യാം. കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനോടൊപ്പം കുറച്ച് സ്മാർട്ടും കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ, ഞാൻ ഈ പറഞ്ഞ രീതികളെല്ലാം കൂടെ വെച്ച് ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ, ബിഗിനേഴ്സ് PSC പഠിച്ചുവന്ന വിദ്യാർത്ഥിക്ക് പോലും ഈ പരീക്ഷകൾക്ക് എല്ലാം കൂടെ തയ്യാറെടുക്കാൻ വേണ്ടി വെറും 1234 രൂപയുടെ കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് ടൈം ഓഫർ ആണ്. അഡ്മിഷൻ എടുക്കുന്നത്, അത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് മാത്രമായി ഈ ഒരു ഫീസിൽ കിട്ടാം. അപ്പോൾ ഈ ബാച്ചിന്റെ ഡീറ്റെയിൽസും ഡെമോ ക്ലാസ്സും ഒക്കെ കാണാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും പഠിച്ചു തുടങ്ങുക. കാര്യം ഇതുപോലൊക്കെയുള്ള അവസരങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ഒരുമിച്ച് പഠിച്ച് റാങ്ക് അടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അപൂർവമായിട്ടാണ് കിട്ടുന്നത്. 2026 നിങ്ങളുടെ വർഷമാക്കി മാറ്റിയെടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. വേറെ ആർക്കും നിങ്ങളുടെ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി കാണത്തില്ല, അൺലെസ് നിങ്ങൾ പഠിക്കാത്തിടത്തോളം കാലം. നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈ യൂണിവേഴ്സ് അടക്കം എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. പക്ഷെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കാണത്തില്ല എന്നിവിടെ പറയുന്നു. സോ സ്റ്റഡി വെൽ, നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾ കെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സുഹൃത്തിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുടെ ടോപ്പിക് ഏതുമാണ് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്, ബൈ.